ഡോനട്ട് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് അര കപ്പ് പാലാണ്. ഇളം ചൂടുള്ള പാൽ. ഇതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ്, 2 ടേബിൾ സ്പൂണ് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല പഞ്ചസാര ഈസ്റ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഒന്ന് അടച്ച് വയ്ക്കുക. 10 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കുക. ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈസ്റ്റ്. 2 കപ്പ് മൈദയിൽ ഒരു മുട്ട കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയും നമ്മുടെ ആക്ടിവേറ്റ് ആയ ആ പാലുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. ഇതൊരു പാത്രത്തിലാക്കി അടച്ച് വെച്ച് 1-2 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് വയ്ക്കാം. 2 മണിക്കൂറായിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് നന്നായിട്ട് ആ പൊങ്ങി വന്നത് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വയ്ക്കുക. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ശകലം മാവ് തൂവി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അല്പം കനത്തിലാക്കി ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഇതുപോലെ ഒരു ഡോനട്ട് കട്ടർ എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു കുക്കി കട്ടറായാലും മതി. അതെടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വെച്ച് ഷേപ്പ് ചെയ്തിനത് ഒന്ന് മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ല ഷേപ്പിനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് അതൊന്ന് ഒരു ഗോൾഡൻ കളറിലാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊന്ന് എണ്ണ വാർന്നതിന് ശേഷം ഒന്നെങ്കിൽ പഞ്ചസാര പൊടിയിൽ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്ത നമ്മുടെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ ഏതാണെങ്കിൽ ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഓരോന്നായിട്ട് ഒന്ന് മുക്കി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ശേഷം ഇതിന് നമ്മളൊന്ന് 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുകയോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒന്ന് സാധാരണ രീതിയിൽ വെക്കുമ്പോഴത്തേക്കും ഡോനട്ട് റെഡിയായി കാണും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കാണുക, ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.